റസൂൽ പറയുകയാ, ഇദാ ലഹറ സിനാ വൽരിബാ, പലിശയും വ്യഭിചാരവും അധികരിച്ചു പോയാൽ, പലിശയും വ്യഭിചാരവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നാൽ, ഇന്നലെ രാത്രി മുതൽ മെനിങ്ങാന്ന് രാത്രി മുതൽ കേരളത്തിന്റെ മുസ്ലിം ചെറുപ്പക്കാരെന്നല്ല, കേരളത്തിന്റെ മുഴുവൻ ചെറുപ്പക്കാരന്റെയും മൊബൈലിന്റെ വാട്സപ്പിൽ ആഘോഷമല്ലേ, വ്യഭിചാരത്തിന്റെ പൂരപ്പറമ്പല്ലേ. കേരളത്തിന്റെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ വടിവും കാണാത്ത ഉപ്പാപ്പമാരെന്ന് കേരളത്തിലില്ല, ചെറുപ്പക്കാരെന്ന് കേരളത്തിലില്ല. നഴ്സറിയിൽ പോകുന്ന മക്കൾ പോലും നാണത്തോടുകൂടി കൂടെ നടക്കുന്നവന്റെ മൊബൈൽ നോക്കിയിട്ട് തലകുനിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ആദ്യം വാട്സപ്പ് കണ്ടുപിടിച്ചത് നിന്റെ കയ്യിലല്ലേ. മുസ്ലിം ചെറുപ്പക്കാർക്ക് തലച്ചോറും ബുദ്ധിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സഹോദരാ, നിന്റെ മൊബൈലിന്റെ ഉള്ളറയിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ വടിവുമുണ്ടല്ലോ, അത് ഏത് പെണ്ണാകട്ടെ, അവൾ എന്തിനു വേണ്ടി കേരളത്തിന്റെ സമുദായത്തിൽ ഇങ്ങനെ ശാപമായി പിറന്നു വീണുവോ, ആ ശാപം മുഴുവനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ നിൽക്കുന്ന മൊബൈലിന്റെ ആ ചിത്രം നീ ഒരു പ്രാവശ്യം നോക്കിയാൽ ആ ശാപം നിന്റെ തലയിലേക്ക് വന്ന് വീഴുന്നതാ. ആരംഭ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ, പടച്ചവരെ, ഈ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോ, ഈ കള്ളുകുടിയെ കുറിച്ച് പറയുമ്പോ, ഈ പലിശയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ. സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. നാളെ നിന്റെ പെങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നാളെ നിന്റെ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നാളെ നിന്റെ ഉമ്മയുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നിനക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരൂലേ. തൊലിക്കട്ടിയുള്ള ശരീരത്തിന്റെ തൊലിക്ക് കട്ടിയുള്ള കാമക്കൊതിരീരാത്ത പെൺകുട്ടികൾ കേരളത്തിന്റെ മണ്ണിൽ എന്ത് തോന്നിവാസവും ചെയ്യുമ്പോ അത് കണ്ട് കൈകൊട്ടിച്ചിരിച്ച് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരും ഗൗരവത്തോടെ ചിന്തിക്കുക. നിന്റെ പെങ്ങൾക്ക് നീ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടില്ലേ? നിന്റെ ഭാര്യയും വാട്സപ്പ് ഉപയോഗിക്കുന്നവരല്ലേ? നിന്റെ ഉമ്മായും മൊബൈൽ നെറ്റിലൂടെ യൂസ് ചെയ്യുന്നവരല്ലേ? അല്ലാഹുവേ പടച്ചവരെ, ലോകാവസാനമായി പോയല്ലോ. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ? ജീവിക്കാൻ പേടിയാകുന്നുവല്ലോ, മൊബൈൽ കൈകൊണ്ട് തൊടാൻ പേടിയാകുന്നുവല്ലോ, പെങ്ങന്മാരെ പുറത്തിറക്കാൻ പേടിയാകുന്നുവല്ലോ, നഴ്സറിയിൽ പോലും 4 വയസ്സുള്ള മക്കളെ പറഞ്ഞുവിടാൻ പേടിയാകുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ ലഹറ സിനാ, വ്യഭിചാരം വ്യക്തമായാൽ, വൽരിബാ, പലിശയും വ്യക്തമായാൽ, വഖദ് അഹല്ലൂ ബിഅൻഫുസിഹിം അദാബുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഖദ് അഹല്ലൂ ബിഅൻഫുസിഹിം അദാബുല്ലാഹ്, അല്ലാഹുവിന്റെ അദാബിനെ അവർ ഹലാലാക്കിയിരിക്കുകയാ. നീ എന്ത് തന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് അല്ലാഹുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുകയാ. പലിശ വാങ്ങുന്നവര്, വ്യഭിചരിക്കുന്നവര്, നിങ്ങൾ ഒരു പ്രാവശ്യം ഓരോ ദിവസവും ആയിരക്കണക്കിന് പ്രാവശ്യം അല്ലാഹുവിനോട് പറയുന്നതെന്തെന്നറിയോ? നീ എന്ത് തന്നാലും നിങ്ങൾക്ക് സന്തോഷമാണല്ലോ. നീ നരകം തന്നോ, നീ ഞങ്ങളെ അടിച്ചോ, നീ ഞങ്ങളെ ഇടിച്ചോ, നീ ഞങ്ങളെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അല്ലാഹുവിനോട് അദാബ് ചോദിച്ചു വാങ്ങുന്നവനാണ് പലിശക്കാരൻ, വ്യഭിചാരിയുമെന്ന് ആരംഭ റസൂല് പറയുമ്പോ, എന്റെ മുമ്പിൽ നിൽക്കുന്നവര്, അല്ലാഹുവല്ലേ കടം തരുന്നത്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു വീട് നമുക്ക് വെക്കാൻ പറ്റൂല, അല്ലാഹു ഉദ്ദേശിക്കാതെ മോളെ കെട്ടിക്കാൻ പറ്റൂല, അല്ലാഹു ഉദ്ദേശിക്കാതെ സന്തോഷത്തോടെ കടം തീർത്ത് ജീവിക്കാൻ പറ്റൂല. പിന്നെ അതിനേക്കാൾ മറികടന്ന് എന്തിനാ പലിശക്കാരന്റെ വീട്ടുവളപ്പിൽ പോയി കാത്തിരിക്കുന്നത് മുസ്ലിമേ? ഇന്നത്തെ രാത്രി ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്നത്തെ രാത്രി